ത്രിതല പഞ്ചായത്തുകളിൽ വികലാംഗ ഫണ്ട് വിനിയോഗത്തിൽ ഇപ്പോഴും സാങ്കേതിക തടസ്സങ്ങളെന്ന പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി.എൻ. കണ്ടമുത്തൻ. ജനപ്രതിനിധികൾ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയെങ്കിലേ പരിഹാരമാകൂ എന്നും ടി.എൻ. കണ്ടമുത്തൻ. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. ആശുപത്രി വളപ്പിന്റെ ഉള്ളിൽ കയറിയ സമരക്കാരെ പോലീസ് തടഞ്ഞു. മദ്യത്തിനെതിരായി മുസ്ലിം യൂത്ത് ലീഗിന്റെ കൂട്ടായ്മ. മദ്യനിരോധനാധികാരം പഞ്ചായത്തുകൾക്ക് നൽകണമെന്ന് യൂത്ത് ലീഗ്. മദ്യം നിരോധിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് സാഹിത്യകാരൻ KPS പയ്യനട. വിദ്യാലയങ്ങൾ ഉപജില്ലാതല മേളകൾ കൊണ്ട് സജീവം. പെരിന്തൽമണ്ണയിലെ ശാസ്ത്രമേളയ്ക്ക് ആവശ്യത്തിന് ക്ലാസ് മുറികൾ നൽകിയില്ലെന്ന പരാതി. കായികമേളകളിൽ ഒരേ മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് വ്യത്യസ്ത സംവിധാനങ്ങൾ. കൊച്ചു ശാസ്ത്രജ്ഞരുടെ വലിയ കണ്ടുപിടുത്തങ്ങളുമായി പട്ടാമ്പി ഉപജില്ലാ ശാസ്ത്രമേള ശ്രദ്ധേയം. മണ്ണാർക്കാട് കോടതിപ്പടിയിൽ ബസ്സിടിച്ച് വൃദ്ധൻ മരിച്ചു. മരിച്ചത് കാൽനട യാത്രക്കാരനായ മണ്ണാർക്കാട് സ്വദേശി 78-കാരനായ രാമൻ എഴുത്ത്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വികലാംഗ ഫണ്ട് വിനിയോഗിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും ചില സാങ്കേതിക പ്രയാസങ്ങൾ ത്രിതല പഞ്ചായത്തുകളിൽ നിലനിൽക്കുന്നുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി.എൻ. കണ്ടമുത്തൻ പറഞ്ഞു. കരിമ്പുഴ ഹെലൻ കെല്ലർ സ്മാരക അന്ധവിദ്യാലയത്തിൽ സംഘടിപ്പിച്ച ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾക്കുള്ള ഏകദിന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ടി.എൻ. കണ്ടമുത്തൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ശിശു വൃദ്ധ വികലാംഗർക്ക് 5% പദ്ധതി വിഹിതം വകയിരുത്തിയിട്ടുണ്ടെങ്കിലും ശിശു വൃദ്ധജനങ്ങളുടെ ആവശ്യം കഴിഞ്ഞാൽ വികലാംഗർക്ക് പദ്ധതി വിഹിതത്തിൽ നിന്നും ₹1 പോലും ലഭിക്കുന്നില്ല. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളുടെ അസോസിയേഷൻ ഈ വിഷയത്തിൽ ഇടപെട്ട് സർക്കാർ തലത്തിൽ സമ്മർദ്ദം ചെലുത്തിയാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയൂ എന്നും ടി.എൻ. കണ്ടമുത്തൻ പറഞ്ഞു. ശിശുക്കളുടെ പ്രശ്നം തന്നെ പരിഹരിച്ചിട്ട് നമുക്ക് വേറെ ലൈനിലേക്ക് കടക്കാൻ കഴിയും. ഒരു പോഷകാഹാരം കൂടി വന്നപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിന് പണം ഇനി കൂടുതൽ വേണം. പിന്നെ വൃദ്ധ വികലാംഗത്തിലേക്ക് കുട്ടികളുടെ കാര്യം നോക്കിയിട്ടാണ് പിന്നെ വൃദ്ധർ അത് കഴിഞ്ഞിട്ടാണ് വികലാംഗത്തിലേക്ക് വരുന്നത്. ആ ഡോക്ടർ തന്നെ അങ്ങനെയാ പറയുന്നത്. അതാണ് ശരി. അപ്പൊ അവിടെ വരുന്ന സമയത്ത് നമുക്ക് അവരെ സഹായിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്ന രീതിയിലുള്ള പ്രോജക്റ്റുകൾ ഉണ്ടാക്കാൻ എന്ന് ഇപ്പോൾ വന്നിട്ടുണ്ട്. വികലാംഗ മേഖലയിൽ കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും നിലവിലുള്ളവയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ട് ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി വിഷ്വലി ഹാൻഡിക്യാപ്ഡ് റീജിയണൽ സെന്ററിന്റെയും കരിമ്പുഴ ഹെലൻ കെല്ലർ സ്മാരക അന്ധവിദ്യാലയത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾക്കുള്ള ഏകദിന സെമിനാർ സംഘടിപ്പിച്ചത്. സെമിനാറിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു. K. രവീന്ദ്രനാഥ്, CK അബൂബക്കർ, K. മണി, ആശ, E. രാഘവൻ, S. സുരേഷ്, B. പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വികലാംഗ മേഖലയ്ക്കുള്ള പദ്ധതികളുടെ ആസൂത്രണം എന്ന വിഷയത്തിൽ കില ഫാക്കൽറ്റി അജിത് കുമാർ മേനോനും വികലാംഗരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന വിഷയത്തിൽ കോഴിക്കോട് ഹാൻഡിക്യാപ്ഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാനാധ്യാപകൻ CK അബൂബക്കറും വികലാംഗരുടെ ശാരീരിക അവശത എന്ന വിഷയത്തിൽ ഫിസിയോതെറാപ്പിസ്റ്റ് P. കൃഷ്ണചന്ദ്രനും ബുദ്ധിമാന്ദ്യമുള്ളവരെ മുഖ്യധാരയിലെത്തിക്കുക എന്ന വിഷയത്തിൽ K. ചിത്രയും വികലാംഗർക്കുള്ള ആനുകൂല്യങ്ങളും നിയമസഹായവും എന്ന വിഷയത്തിൽ S. ശ്രീലതാകുമാരിയും സെമിനാറിൽ ക്ലാസ് എടുത്തു. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം അടച്ചിട്ടതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. സമരം ആശുപത്രി വളപ്പിനകത്തേക്ക് കടന്നത് പോലീസ് തടഞ്ഞത് ഏറെ നേരത്തെ തർക്കത്തിന് ഇടയാക്കി. ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതാണ് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം അധികൃതർ അടച്ചിടാനിടയാക്കിയത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐ താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് CPM ഏരിയ സെക്രട്ടറി M. ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കേരളത്തിൽ അധികാരത്തിലുള്ള സർക്കാർ ജനങ്ങളോട് കാണിക്കുന്ന കടുത്ത അനീതിയും ജനങ്ങളോടുള്ള വെല്ലുവിളിയുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാരെ ഒരാവശ്യമില്ലാതെ ഇരിക്കാൻ പോലും സ്ഥലമില്ല, ഡോക്ടർമാർക്ക് മഞ്ചേരി ആശുപത്രിയിലാണ് എന്ന് ഉള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയുള്ള സ്ഥാപനത്തിലേക്ക് മഞ്ചേരി ആശുപത്രിയിലേക്കാണ് മണ്ണാർക്കാട് നിന്നുള്ള ഡോക്ടർമാരെ ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ആശുപത്രി ഗേറ്റ് കടന്ന് അത്യാഹിത വിഭാഗത്തിന്റെ മുന്നിലെത്തിയായിരുന്നു പ്രവർത്തകർ സമരം നടത്തിയത്. ഈ സമയം SI ദീപകുമാർ എത്തി പ്രവർത്തകരോട് ആശുപത്രിക്ക് പുറത്ത് സമരം നടത്താൻ ആവശ്യപ്പെട്ടു. ആശുപത്രി വളപ്പിനകത്ത് സമരം തുടർന്നാൽ ആശുപത്രിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയെന്ന കുറ്റം ചുമത്തി കേസെടുക്കുമെന്ന് SI സമരക്കാരെ അറിയിച്ചു. ഇതാണ് പോലീസും സമരക്കാരും തമ്മിൽ തർക്കത്തിന് ഇടയാക്കിയത്. നിങ്ങൾക്ക് അറിയാൻ കാര്യങ്ങൾ ഒരു ആശുപത്രിയാണത്.
ആശുപത്രികൾ അങ്ങനെ കൂട്ടം കൊടുത്തിട്ട് ആശുപത്രിയാണ്, ഡോക്ടർമാരുമില്ല, സംവിധാനമില്ല, അതിനാണ് ആളുകൾ വന്നിട്ടുള്ളത്. അതിന്റെ കാര്യങ്ങൾ അവർ നോക്കിയോളൂ. നിങ്ങൾ പുറത്തിരുന്ന മതി. ഇഷ്ടംപോലെ സമരങ്ങൾ ഞങ്ങൾ എല്ലാവരും വെറുതെ ഒന്നും ചെയ്യുന്നില്ല. അവിടെ ഒരു ഇതിനിടെ പാലക്കാട് ഡിഎംഒ ഡിവൈഎഫ്ഐ പ്രവർത്തകരുമായി ഫോണിൽ ബന്ധപ്പെട്ടു. അത്യാഹിത വിഭാഗം പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് ഡിഎംഒ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് ഉറപ്പ് നൽകി. ഇതോടെയാണ് പ്രവർത്തകർ സമരം നിർത്തിവെച്ച് പിരിഞ്ഞുപോയത്. മണ്ണാർക്കാട് കോടതിപ്പടിയിൽ സ്വകാര്യ ബസ്സിടിച്ച് വഴിയാത്രക്കാരനായ വൃദ്ധൻ മരിച്ചു. പെരുമ്പടാരി പാറക്കൂട്ടിൽ രാമനെഴുത്തച്ഛനാണ് മരിച്ചത്. 78 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിയോടെയാണ് അപകടം സംഭവിച്ചത്. മണ്ണാർക്കാട് നിന്നും മേലാറ്റൂരിലേക്ക് പോകുന്ന NM എന്ന പേരുള്ള സ്വകാര്യ ബസ്സിടിച്ചായിരുന്നു അപകടം. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബസ്സിടിക്കുകയായിരുന്നെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ആൾ മരിച്ചു. ബസ്സിന്റെ മുൻചക്രം കയറി തലയുടെ ഒരു ഭാഗം ചതഞ്ഞരഞ്ഞിരുന്നു. അതിനിടെ ഏറെ വൈകിയാണ് ആളെ തിരിച്ചറിഞ്ഞത്. സംഭവ സ്ഥലത്തു നിന്നും നാട്ടുകാരും പോലീസും ചേർത്താണ് മൃതദേഹം മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയത്. പത്മിനി അമ്മയാണ് ഭാര്യ. അഡ്വക്കേറ്റ് ജയകുമാർ, ശോഭന എന്നിവർ മക്കളാണ്. മദ്യം നിരോധിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് സാഹിത്യകാരൻ KPS പയ്യനടം ആവശ്യപ്പെട്ടു. മാറി മാറി ഭരിക്കുന്ന ഇടത് വലത് സർക്കാരുകൾ ഇക്കാര്യത്തിൽ ഒഴിഞ്ഞുമാറുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മദ്യം നിരോധനാധികാരം ഗ്രാമപഞ്ചായത്തുകൾക്ക് വിട്ടുനൽകണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് മണ്ണാർക്കാട് സംഘടിപ്പിച്ച ജനകീയ കൂട്ടായ്മയിൽ സംസാരിക്കുകയായിരുന്നു KPS പയ്യനടം. ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരെ മാറാരോഗികളാക്കി മാറ്റുകയാണ് നമ്മുടെ ഗവൺമെന്റുകൾ ചെയ്യുന്നത്. 10,000-കണക്കിന് കുടുംബങ്ങളെ അനാഥമാക്കുകയാണ് നമ്മുടെ ഭരണകൂടങ്ങൾ ചെയ്യുന്നത് എന്ന് അവർ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു രാജ്യത്തിന്റെ ഭാവി തലമുറയെ മുഴുവൻ രോഗത്തിലേക്കും സർവനാശത്തിലേക്കും തള്ളിവിട്ടിട്ട് എന്തിനാണ് ഈ രാജ്യത്ത് സമ്പത്തുണ്ടാക്കുന്നത് എന്ന് നമ്മുടെ ഗവൺമെന്റുകൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. മദ്യനിരോധനാധികാരം ഗ്രാമപഞ്ചായത്തുകൾക്ക് വിട്ടുനൽകണമെന്നാവശ്യപ്പെട്ട മണ്ണാർക്കാട്, തെങ്കര, കുമരമ്പത്തൂർ, കച്ചേരിപ്പറമ്പ്, അലനല്ലൂർ, എടത്തനാട്ടുകര എന്നീ 6 കേന്ദ്രങ്ങളാണ് യൂത്ത് ലീഗ് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. മണ്ണാർക്കാട് നടന്ന ജനകീയ കൂട്ടായ്മ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് TS സലാം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് CK അഫ്സൽ അധ്യക്ഷത വഹിച്ചു. യൂനസ് അമീൻ, മുഹമ്മദ് അലി ഫൈസി, സുധാകരൻ മണ്ണാർക്കാട്, മുഹമ്മദ് അലി അൻസാരി, അച്ചിപ്ര മൊയ്തു ഹാജി, ഷഫീഖ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ മദ്യവിരുദ്ധ കൂട്ടായ്മകൾ നടന്നു. നെല്ലായിൽ നടന്ന കൂട്ടായ്മ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം മരക്കാർ മാരായമംഗലം ഉദ്ഘാടനം ചെയ്തു. മദ്യനിരോധനാധികാരം ഗ്രാമപഞ്ചായത്തുകൾക്ക് വിട്ടുകൊടുക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ മദ്യവിരുദ്ധ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചത്. വല്ലപ്പുഴ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി വല്ലപ്പുഴ ഗേറ്റിൽ മദ്യവിരുദ്ധ കൂട്ടായ്മ നടത്തി. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് KP വാപ്പുട്ടി ഉദ്ഘാടനം ചെയ്തു. ഇസ്മായിൽ, സുഹൈൻ, NK മൊയ്തൂട്ടി ഹാജി, PK ആറ്റുകോയത്തങ്ങൾ, MT കുഞ്ഞു മുഹമ്മദ്, അഡ്വക്കേറ്റ് A ജമാൽ, മുത്തു തങ്ങൾ എന്നിവർ പങ്കെടുത്തു. നെല്ലായ പഞ്ചായത്ത് കമ്മിറ്റിയും മദ്യവിരുദ്ധ കൂട്ടായ്മ നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം മരക്കാർ മാരായമംഗലം ഉദ്ഘാടനം ചെയ്തു. സക്കീർ, MK ഉനൈബ്, അലി മദനി, MTA നാസർ, സൽമാൻ കൂടമംഗലം, അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് ചെർപ്പുളശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച മദ്യവിരുദ്ധ കൂട്ടായ്മ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി KK അസീസ് ഉദ്ഘാടനം ചെയ്തു. TP റിയാസ്, ഇക്ബാൽ ദുറാനി, സുലൈമാൻ, NK സാദിഖ് അലി, അബ്ബാസ്, ഹക്കീം ചെർപ്പുളശ്ശേരി എന്നിവർ സംസാരിച്ചു. ചെറുപ്പശ്ശേരി ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിർത്തിയിട്ട ഓട്ടോറിക്ഷയിൽ നിന്നും 9.5 ലിറ്റർ വിദേശ മദ്യം പിടികൂടി. ടൗണിൽ വിൽപ്പന നടത്തുന്നതിന് കൊണ്ടുവന്നതാണെന്നാണ് പോലീസ് നിഗമനം. ചെർപ്പശ്ശേരി ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിർത്തിയിട്ട KL 55-1200 രജിസ്ട്രേഷൻ നമ്പറുള്ള ഓട്ടോയിൽ നിന്നുമാണ് വിദേശമദ്യം ചെർപ്പശ്ശേരി SI ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. വിവിധ ബ്രാൻഡുകളിലുള്ള 17ലധികം കുപ്പികളിലായി 9.5 ലിറ്റർ വിദേശമദ്യമാണ് ഓട്ടോറിക്ഷയിൽ സൂക്ഷിച്ചിരുന്നത്. ചെർപ്പശ്ശേരി ടൗണിൽ ഓട്ടോറിക്ഷകളിൽ മൊബൈൽ ബാർ പ്രവർത്തിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് ഏതാനും ദിവസങ്ങളായി പരിശോധന നടത്തി വരികയായിരുന്നു. വാഹനം പിടികൂടുമ്പോൾ ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തു നിന്നും മാറിയതിനാൽ ആരെയും പിടികൂടാനായില്ല. തിരൂർ രജിസ്ട്രേഷനുള്ള ഓട്ടോറിക്ഷ വെള്ളിനഴി കരുമാനംകുറിശി സ്വദേശിയുടേതാണെന്ന് പോലീസ് സംശയിക്കുന്നത്. ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടക്കുന്നുണ്ടെന്ന പരാതി ഉയരുന്നതിനിടെയാണ് മൊബൈൽ ബാറിന്റെ പ്രവർത്തനം പോലീസ് കണ്ടെത്തിയത്. ഒറ്റപ്പാലം നഗരസഭ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ പങ്കാളികളായവർ ഒത്തുചേർന്നു. പാലപ്പുറം കൈത്തറി ഹാളിലാണ് പേര് രജിസ്റ്റർ ചെയ്ത തൊഴിൽ കാത്തിരിക്കുന്നവർ ഒത്തുചേർന്നത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമപഞ്ചായത്തുകളിൽ നടപ്പാക്കുന്ന മാതൃകയിൽ നഗരസഭകളിൽ നടപ്പാക്കുന്നതാണ് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി. ഒറ്റപ്പാലം നഗരസഭയിൽ കഴിഞ്ഞ നവംബർ മുതൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളാണ് ഒത്തുചേർന്നത്. 1 വർഷം പൂർത്തിയായിട്ടും ഒരാൾക്ക് പോലും നഗരസഭ വഴി തൊഴിൽ നൽകിയിട്ടില്ല. ഏതാണ്ട് 2000-ഓളം പേർ നഗരസഭയിൽ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തുകളിൽ നടന്നുവരുന്ന തൊഴിലുറപ്പ് പദ്ധതി നഗരസഭകളിലേക്ക് കൂടി വ്യാപിപ്പിച്ച് നടപ്പാക്കിയത് കഴിഞ്ഞ വർഷമായിരുന്നു. ഇതിന്റെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ G കാർത്തികേയൻ ഒറ്റപ്പാലത്തെത്തി നിർവഹിക്കുകയും ചെയ്തിരുന്നു. പ്രതിവർഷം സ്ത്രീ പുരുഷ ഭേദമന്യേ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് 100 ദിനം തൊഴിൽ നൽകണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ സർക്കാർ നഗരസഭകളിൽ ഇത് നടപ്പാക്കേണ്ട കാര്യത്തിൽ ഇതുവരെ കൃത്യമായ നീക്കമൊന്നും നടത്തിയിട്ടില്ല. പദ്ധതിക്ക് ആവശ്യമായ സർക്കാർ അംഗീകാരവും ഫണ്ടും ലഭിച്ചിട്ടില്ലെന്നാണ് നഗരസഭാ അധികൃതർ പറയുന്നത്. CPMന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ CPM ഏരിയ സെക്രട്ടറി K സുരേഷ് ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ K രാജേഷ് അധ്യക്ഷനായിരുന്നു.
പി സുകുമാരൻ, സി വിജയൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കുറച്ച് ദിവസമെങ്കിലും അവർക്ക് തൊഴിൽ നൽകുകയും അതിന് വേതനം നൽകുകയും ചെയ്യാനുള്ള ബാധ്യത ഗവൺമെന്റിനാണ്, സർക്കാരിനാണ് എന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഈ വർഷത്തെ പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ ശാസ്ത്ര ഗണിതശാസ്ത്ര IT മേള തുടങ്ങി. പെരിന്തൽമണ്ണ EMS വിദ്യാഭ്യാസ കോംപ്ലക്സിലാണ് മേള നടക്കുന്നത്. പെരിന്തൽമണ്ണ മുനിസിപ്പൽ ചെയർപേഴ്സൺ നിഷി അനിൽരാജ് മേള ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രബോധവും ഗവേഷണ തൽപരതയും വിദ്യാർത്ഥികളെ തൊട്ടുണർത്തിയ പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം പെരിന്തൽമണ്ണയിൽ തുടങ്ങി. EMS വിദ്യാഭ്യാസ കോംപ്ലക്സിലെ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് പെരിന്തൽമണ്ണ ഉപജില്ലാ ശാസ്ത്രമേള നടക്കുന്നത്. പെരിന്തൽമണ്ണ മുനിസിപ്പൽ ചെയർപേഴ്സൺ നിഷി അനിൽരാജ് ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി അംബുജാക്ഷി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ശാസ്ത്രമേളയോടനുബന്ധിച്ച് പുറത്തിറക്കിയ ശാസ്ത്ര സുവനിയർ ചടങ്ങിൽ പ്രകാശനം ചെയ്തു. പെരിന്തൽമണ്ണ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ VM ഇന്ദിര, നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ MK ശ്രീധരൻ, കൌൺസിലർമാരായ K നസീറ, പച്ചിരി ഫാറൂഖ്, പ്രധാന അധ്യാപകരായ P അനിൽ, V ജമീല, രാജീവ് ബോസ്, അശോക് കുമാർ പെരുവ തുടങ്ങിയവർ സംസാരിച്ചു. ശാസ്ത്രമേളയിൽ പ്രവൃത്തി പരിചയമേള, ഗണിതശാസ്ത്രമേള, സാമൂഹിക ശാസ്ത്രമേള, IT മേള എന്നീ മേളകളാണ് വെള്ളിയാഴ്ച നടന്നത്. പ്രവൃത്തി പരിചയമേളയിൽ കളിമണ്ണ് കൊണ്ട് രൂപം നിർമ്മിക്കൽ, മുള ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, ചോക്ക് നിർമ്മാണം, പ്ലാസ്റ്റർ ഓഫ് പാരീസ്, മരപ്പണി, പഴവസ്തുക്കൾ ഉപയോഗിച്ചുള്ള വിവിധ വസ്തുക്കളുടെ നിർമ്മാണം, നെയ്ത്ത്, വിവിധ കരകൗശല വസ്തുക്കളുടെയും വൈദ്യുത ഉപകരണങ്ങളുടെയും നിർമ്മാണം, പാചകം തുടങ്ങിയ മത്സരങ്ങൾ വെള്ളിയാഴ്ച പൂർത്തിയായി. ഇതോടൊപ്പം വിവിധ തത്സമയ മത്സരങ്ങളും നടന്നു. IT മേളയിൽ IT ഡിജിറ്റൽ പെയിന്റിംഗ്, IT മലയാളം ടൈപ്പിംഗ്, IT പ്രൊജക്ട്, IT വെബ് ഡിസൈനിംഗ്, മൾട്ടിമീഡിയ പ്രൊജക്ട് എന്നീ മത്സരങ്ങളാണ് വെള്ളിയാഴ്ച നടന്നത്. IT മേളയിലെ വിവിധ മത്സരങ്ങൾ ശനിയാഴ്ചയും നടക്കും. ഹൈസ്കൂൾ വിഭാഗം ശാസ്ത്രനാടകം വിദ്യാർത്ഥികളിലും അധ്യാപകരിലും കൗതുകമുണർത്തി. 3 ടീമുകളാണ് ശാസ്ത്രനാടകത്തിൽ പങ്കെടുത്തത്. ശാസ്ത്രമേളയിലെ പ്രദർശന മത്സരങ്ങൾ ശനിയാഴ്ചയാണ് നടക്കുന്നത്. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പ്രദർശനം കാണുന്നതിന് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള 3000-ഓളം വിദ്യാർത്ഥികളാണ് മേളയിൽ പങ്കെടുക്കുന്നത്. ശനിയാഴ്ച വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK അബൂബക്കർ ഹാജി ഉദ്ഘാടനം ചെയ്യും. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ VM ഇന്ദിര വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യും. പെരിന്തൽമണ്ണ ഉപജില്ലാ ശാസ്ത്രമേള നടത്തുന്നതിന് പെരിന്തൽമണ്ണ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്ലാസ് മുറികൾ അനുവദിച്ചില്ലെന്ന ആക്ഷേപം. ആവശ്യത്തിന് ക്ലാസ് മുറികൾ ഉണ്ടായിട്ടും വളരെ കുറവ് മുറികൾ മാത്രം അനുവദിച്ചതിനാൽ മത്സരത്തിനു വേണ്ടി സംഘാടകർക്ക് പന്തൽ തന്നെ നിർമ്മിക്കേണ്ടി വന്നു. EMS വിദ്യാഭ്യാസ കോംപ്ലക്സിലെ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് ഉപജില്ലാ ശാസ്ത്രമേള നടത്താൻ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ക്ലാസ് മുറികൾ അനുവദിക്കുന്ന കാര്യത്തിൽ സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ശാസ്ത്രമേള ഗേൾസ് സ്കൂളിലാണ് ഈ വർഷം നടത്തേണ്ടത് എന്നതായിരുന്നു മോഡൽ സ്കൂൾ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവരുടെ വാദം. ഈ പ്രശ്നം നഗരസഭാ ചെയർപേഴ്സണും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറും ഇടപെട്ട് പരിഹരിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 26 മുറികൾ അനുവദിക്കുകയും ചെയ്തു. എന്നാൽ ശാസ്ത്രമേളയിലെ പ്രവൃത്തി പരിചയ തത്സമയ മത്സരങ്ങൾ നടത്താൻ സംഘാടകർക്ക് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ മുറ്റത്ത് പന്തൽ നിർമ്മിക്കേണ്ടി വന്നു. സ്കൂൾ മുറ്റത്ത് നിർമ്മിച്ച പന്തലിൽ ഒരേ സമയം 100-ലധികം കുട്ടികൾ തത്സമയ നിർമ്മാണ മത്സരത്തിൽ ഏർപ്പെട്ടിരുന്നു. മത്സരാർത്ഥികൾക്ക് ചില അസൗകര്യങ്ങളും ഉണ്ടായി. എന്നാൽ മഴ പെയ്യാതെ 3 മണിക്കൂർ സമയത്തെ പ്രവൃത്തി പരിചയ മത്സരങ്ങൾ അവസാനിച്ചതിനാൽ വലിയ പരാതി ഉയരാൻ ഇടയാക്കിയില്ല. കൂടുതൽ ക്ലാസ് മുറികൾ ഉണ്ടായിരുന്നിടത്തായിരുന്നു ഈ സ്ഥിതി. സംഘാടകർ അറിയിക്കാത്തതിനാലാണ് കൂടുതൽ ക്ലാസ് മുറികൾ അനുവദിക്കാത്തത് എന്നാണ് ഗവൺമെന്റ് മോഡൽ സ്കൂൾ പ്രിൻസിപ്പാൾ പറഞ്ഞത്. ഇതേക്കുറിച്ച് മറ്റ് അധ്യാപകരും രക്ഷിതാക്കളും പരാതിപ്പെടാനും തയ്യാറായില്ല. സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേള, സംസ്ഥാന ഹയർ സെക്കൻഡറി കലോത്സവം, സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം, ജില്ലാ കലാമേളകളും പോരായ്മകൾ കൂടാതെ നടന്ന സ്കൂളിലാണ് ഈ അവസ്ഥ. ഭാരം ലഘൂകരിക്കുന്നതിനായി വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഉപകരണം ശ്രദ്ധേയമായി. പട്ടാമ്പി ഉപജില്ലാ ശാസ്ത്രമേളയിലാണ് പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് മുകളിലേക്ക് എളുപ്പത്തിൽ ഭാരം വലിച്ചു കയറ്റാവുന്ന ഉപകരണം പ്രദർശിപ്പിച്ചത്.
ഫ്ളാറ്റുകളിലേക്കും മറ്റു ഉയരമുള്ള സ്ഥലങ്ങളിലേക്കും ഭാരമുള്ള വസ്തുക്കൾ വളരെ എളുപ്പത്തിൽ വലിച്ചു കയറ്റാൻ സാധിക്കുന്ന ഉപകരണമാണ് ചെമ്പ്ര CEUP സ്കൂളിലെ വിദ്യാർത്ഥികൾ പട്ടാമ്പി ഉപജില്ലാ ശാസ്ത്രമേളയിൽ പ്രദർശിപ്പിച്ചത്. മോട്ടോർ സൈക്കിളിന്റെ പഴയ റിമ്മും കപ്പിയും കയറും ഉപയോഗിച്ചാണ് ഇതിന്റെ പ്രവർത്തന രീതി. ഇരുമ്പുതണ്ടിൽ ബാൾ ബെയറിംഗ് ഉപയോഗിച്ചാണ് റിം ഘടിപ്പിച്ചിട്ടുള്ളത്. കയറുപയോഗിച്ച് പ്രവർത്തിപ്പിക്കാവുന്ന ഉപകരണം കൊണ്ട് എത്ര ഭാരമുള്ള വസ്തുവായാലും അധികം ബലം കൊടുക്കാതെ തന്നെ മുകളിലേക്ക് വലിച്ചു കയറ്റാം. ഉപകരണത്തിന്റെ പ്രവർത്തനത്തെപ്പറ്റി വിദ്യാർത്ഥികൾ: വളരെ ഭാരം കൂടിയ വസ്തുക്കൾ 4-5 നിലകളുള്ള ഫ്ലാറ്റുകളിലേക്കും ഫാക്ടറികളിലേക്കും ഒക്കെ കുറഞ്ഞ ബലം ഉപയോഗിച്ചിട്ട് കൂടുതൽ ഭാരമുള്ളത് മുകളിലേക്ക് കയറ്റാനുള്ള സംവിധാനമാണിത്. ഞങ്ങള് 18 കിലോ ഉള്ള കല്ല് അതിൽ വെച്ച് പൊന്തിച്ചപ്പോൾ ആകെ 2 കിലോയാണ് തോന്നിയത്. 9 മടങ്ങായിട്ട് അത് കുറഞ്ഞു. പിന്നെ അതിനുപയോഗിച്ചതൊക്കെ പാഴ്വസ്തുക്കളാണ്. പാഴ്വസ്തുക്കൾ റിമ്മ്, കേടുവന്ന റിമ്മ്, പിന്നെ സ്കൂളിൽ കടന്നിരുന്ന ഒരു പലകയാണ്, അത് ഉപയോഗശൂന്യമായതാണ്. പിന്നെ ബാൾ ബെയറിങ് ഞങ്ങള് ജീപ്പിന്റെ ബാൾ ബെയറിങ് വർക്ക്ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അങ്ങനെ ഞങ്ങളെല്ലാരും കൂടി ഉണ്ടാക്കിയതാണ്. ഷൊർണൂർ വിദ്യാഭ്യാസ ഉപജില്ലാ കായികമേള മാരായമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ തുടരുന്നു. 3 ദിവസങ്ങളായി നടക്കുന്ന മേള ശനിയാഴ്ച സമാപിക്കും. ഷൊർണൂർ വിദ്യാഭ്യാസ ഉപജില്ലയ്ക്ക് കീഴിൽ വരുന്ന 77 സ്കൂളുകളിൽ നിന്നായി 1100 മത്സരാർത്ഥികളാണ് മാരായമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ നടക്കുന്ന ഉപജില്ലാ കായിക മത്സരത്തിൽ പങ്കെടുക്കുന്നത്. 5000, 3000 മീറ്ററുകളിൽ ജൂനിയർ, സീനിയർ വിഭാഗം ഓട്ട മത്സരവും 200 മീറ്റർ 4x100 റിലേ ഇന മത്സരങ്ങളും വെള്ളിയാഴ്ച നടന്നു. ഹൈജമ്പ്, ജാവലിൻ ത്രോ, ഹാമർ ത്രോ എന്നീ ഇനങ്ങളിലും മത്സരം നടന്നു. വിവിധ ഇനങ്ങളിലായി 61ഓളം മത്സരങ്ങളാണ് വെള്ളിയാഴ്ച നടന്നത്. LP വിഭാഗം മത്സരങ്ങൾ വ്യാഴാഴ്ച തന്നെ സമാപിച്ചു. LP തലത്തിൽ മിനി ബോയ്സ് വിഭാഗത്തിൽ TMUPS പനയൂർ 11 പോയിന്റ് നേടി 1ാം സ്ഥാനവും, ADLPS എഴുവന്തല 10 പോയിന്റ് നേടി 2ാം സ്ഥാനവും, ALPS വല്ലപ്പുഴ 7 പോയിന്റ് നേടി 3ാം സ്ഥാനവും കരസ്ഥമാക്കി. മിനി ഗേൾസ് വിഭാഗത്തിൽ AUPS എഴുവന്തല നോർത്ത് 22 പോയിന്റ് നേടി 1ാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ വല്ലപ്പുഴ OALPS 8 പോയിന്റ് നേടി 2ാം സ്ഥാനം കരസ്ഥമാക്കി. LP കിഡ്ഡീസ് ബോയ്സ് ഇനത്തിൽ GUPS വല്ലപ്പുഴ 15 പോയിന്റും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഷൊർണൂർ സെന്റ് തെരേസ സ്കൂളും ചാമ്പ്യന്മാരായി. ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം CP മുഹമ്മദ് ML ഉദ്ഘാടനം ചെയ്യും. ഷൊർണൂർ ഉപജില്ലാ കായികമേളയിൽ കഴിഞ്ഞ വർഷത്തെ UP വിഭാഗം വ്യക്തിഗത ചാമ്പ്യനായിരുന്ന മുർഷിദ് ഈ വർഷവും കരുത്ത് തെളിയിക്കുകയാണ്. നെല്ലായ ENUP സ്കൂളിലെ 7ാം ക്ലാസ്സുകാരനായ മുർഷിദ് എന്ന കായിക താരത്തിൽ ഒരുപാട് പ്രതീക്ഷയുണ്ടെന്നാണ് അധ്യാപകർ പറയുന്നത്. നെല്ലായ ആലിക്കൽ സിദ്ദിഖിന്റെ മകനാണ് ENUP സ്കൂളിലെ 7ാം ക്ലാസ്സുകാരനായ മുർഷിദ്. കഴിഞ്ഞ വർഷം 10 പോയിന്റ് കരസ്ഥമാക്കി UP വിഭാഗത്തിൽ വ്യക്തിഗത ചാമ്പ്യനായിരുന്നു മുർഷിദ്. ഈ വർഷവും ഈ മിടുക്കൻ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. കിഡീസ് ബോയ്സ് ലോങ് ജമ്പ് മത്സരത്തിലും 100 മീറ്ററിലും 1ാം സ്ഥാനം കരസ്ഥമാക്കി. 200 മീറ്റർ ഫൈനൽ മത്സരമാണ് ഇനിയുള്ളത്. ഇതിലും വിജയിക്കാനാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് മുർഷിദും അധ്യാപകരും. ട്രാക്കിൽ മിടുക്കു തെളിയിച്ച മുർഷിദ് എന്ന കായിക താരത്തിന് പക്ഷേ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ ചെറിയൊരു നാണം. അവസാനം ഞങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി ക്യാമറയ്ക്ക് മുന്നിലെത്തി. പ്രതികരണം 2 വാക്കിലൊതുക്കി. മാതാവാണ് തനിക്കേറെ പ്രോത്സാഹനം നൽകുന്നതെന്നാണ് മുർഷിദിന്റെ പക്ഷം. സ്കൂളിൽ കായിക പരിശീലനം നടത്തുമ്പോൾ ആത്മാർത്ഥതയും കഠിനാധ്വാനവും ഈ 7ാം ക്ലാസ്സുകാരന്റെ മുഖമുദ്രയാണെന്നാണ് കായിക പരിശീലകൻ പറയുന്നത്. ലോങ് ജമ്പിൽ മുർഷിദിന്റെ ചാട്ടത്തിന് ഏറെ പ്രത്യേകതകളുണ്ട്. മികച്ച പരിശീലനം ലഭിച്ചാൽ മുർഷിദിൽ നിന്ന് കായിക ലോകത്തിന് ഏറെ പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നും കായിക അധ്യാപകൻ പറയുന്നു. കിഡ്ഡീസ് വിഭാഗത്തിലുള്ള 3 ഐറ്റംസിലും ഇപ്പോൾ വിജയിച്ചിരിക്കുകയാണ്. 2 ഐറ്റംസിൽ റിസൾട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. 2ലും ഫസ്റ്റാണ്. മറ്റത്തിൽ ബെസ്റ്റ് 200-ൽ ബെസ്റ്റ് ടൈമായിട്ട് ഇപ്പോൾ നിലനിൽക്കുകയാണ്. പിന്നെ കഴിവുള്ള കുട്ടിയാണ്. നന്നായിട്ട് പ്രാക്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിലേക്കൊരു നല്ലൊരു താരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കുട്ടിയാണ്. കഴിഞ്ഞ വർഷം വ്യക്തിഗത ചാമ്പ്യൻഷിപ്പാണ്. ഷൊർണൂർ നടന്ന മേളയിൽ വ്യക്തിഗത ചാമ്പ്യൻഷിപ്പാണ് കിഡീസ് വിഭാഗത്തിൽ. ഈ വർഷവും ആവുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. സാമ്പത്തികമായി ഏറെ ഭദ്രതയില്ലാത്ത മുർഷിദിന് ഉന്നത നിലവാരത്തിലുള്ള പരിശീലനത്തിനും പരിമിതികളുണ്ട്. എങ്കിലും മുർഷിദിന്റെ കണ്ണുകളിൽ ഞങ്ങൾ കണ്ടു പ്രതീക്ഷയുടെയും ആത്മവിശ്വാസത്തിന്റെയും പത്തരമാറ്റുള്ള തനി തങ്കത്തിളക്കവും അതിനൊരു സ്വർണ്ണ മെഡലിന്റെ ഛായയും. ഒരേ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്കുള്ളത് വ്യത്യസ്ത സംവിധാനങ്ങൾ. ചിലർ സ്പൈക്കും ബൂട്ടും ലേസും അണിഞ്ഞ കളത്തിലിറങ്ങിയപ്പോൾ മറ്റു ചിലരെത്തിയത് നഗ്നപാതരായിട്ടാണ്. 2000, 3000 മീറ്റർ ഓട്ട മത്സരങ്ങൾ ഉൾപ്പെടെ വ്യത്യസ്ത സജ്ജീകരണങ്ങളുമായിട്ടാണ് മത്സരാർത്ഥികൾ കരുത്തു തെളിയിക്കാനെത്തിയത്. ഒരേ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവരിൽ ചിലർ സ്പൈക്കും ബൂട്ടും ലൈസുമായി കളത്തിലിറങ്ങിയപ്പോൾ മറ്റു ചിലർ നഗ്നപാതരായിട്ടായിരുന്നു എത്തിയത്. കായികമേളയുടെ 2ാം ദിനം മഴയെത്തി മൈതാനം ചെളിക്കുളമായപ്പോൾ സ്പൈക്കും ബൂട്ടുമിട്ടെത്തിയവർ കുതിച്ചുപാഞ്ഞു. നഗ്നപാതരായിട്ടെത്തിയവർ തെന്നിമറിയുന്ന കാഴ്ചയും കണ്ടു. നഗ്നപാതരായവരും പല മത്സരങ്ങളിലും ജേതാക്കളായെങ്കിലും ഇവർ ഇനി ജില്ലാതലങ്ങളിൽ മത്സരിക്കാനെത്തുന്നത്
ആധുനിക സജ്ജീകരണങ്ങൾ ഒരുക്കി കൃത്യമായ പരിശീലനം നേടുന്ന സംസ്ഥാന കായിക മത്സരങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ മികവ് തെളിയിച്ച പാലക്കാട് ജില്ലയിലെ തന്നെ സ്കൂളുകളിലെ വിദ്യാർത്ഥികളോടായിരിക്കും. കായിക രംഗത്തിന്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും ഒട്ടനവധി പദ്ധതികൾ ആവിഷ്കരിക്കുന്ന സർക്കാരേതര ഏജൻസികൾക്കുമെല്ലാം വിദ്യാലയങ്ങളിൽ കഴിവ് തെളിയിക്കുന്ന കായിക താരങ്ങൾക്ക് പരിശീലനത്തിന് പശ്ചാത്തല സൗകര്യമൊരുക്കാൻ ബാധ്യതയുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് കഴിവില്ലാത്തതല്ല, മറിച്ച് മികച്ച പരിശീലനം ലഭിക്കാത്തതാണ് പലതിലും പരാജയപ്പെടാൻ കാരണമെന്നതാണ് യാഥാർത്ഥ്യം. ഷൊർണൂർ ഉപജില്ലാ കായികമേളയുടെ രണ്ടാം ദിവസം രാവിലെ പെയ്ത മഴ മത്സരത്തിന്റെ നിറം കെടുത്തി. രാവിലെ അല്പസമയം നിർത്തിവെച്ച മത്സരങ്ങൾ മഴ പോയി മാനം തെളിഞ്ഞതോടെയാണ് പുനരാരംഭിച്ചത്. ഷൊർണൂർ ഉപജില്ലാ കായിക മത്സരത്തിന്റെ രണ്ടാം ദിനം രാവിലെ മത്സരാർത്ഥികൾക്കൊപ്പം എന്ന പോലെ മഴയുമെത്തി. ചാറി നിന്ന മഴ സ്കൂൾ മൈതാനം ചളിക്കുളമാക്കി. പലയിടത്തും വെള്ളം കെട്ടിനിന്നു. സംഘാടകർ മത്സരഗതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അടിയന്തര യോഗം വിളിച്ചു. കാർമേഘങ്ങൾ അന്തരീക്ഷത്തിലുണ്ടാക്കിയ മ്ലാനത കായികാസ്വാദകരുടെ മുഖത്തും പ്രകടമായിരുന്നു. പക്ഷെ നാളെയുടെ പ്രതീക്ഷകളായ കായിക താരങ്ങളുടെ കരുത്തിനു മുന്നിൽ മഴയും മുട്ടുമടക്കി പിന്മാറി. ആകാശം തെളിഞ്ഞു, വെയിലെത്തി, മത്സരങ്ങൾ പുനരാരംഭിച്ചു. പക്ഷേ മഴ സമ്മാനിച്ച ചെളിയിലും വെള്ളത്തിലൂടെയുമായിരുന്നു പിന്നീട് മാറ്റുരയ്ക്കാനെത്തിയ കായിക താരങ്ങളുടെ പ്രകടനങ്ങൾ. പലരും ചെളിയിൽ വഴുതി വീണു. ഇത് പലരുടെയും പ്രകടനത്തെ ബാധിച്ചുവെന്നത് വ്യക്തം. പക്ഷേ ഇവർ കിതപ്പിനിടയിലും കുതിക്കുകയാണ്. കാരണം ഇവർക്കിനിയും പലതും വെട്ടിപ്പിടിക്കാനുണ്ട്. തങ്കത്തിന്റെയും വെള്ളിയുടെയും തിളക്കമുള്ള പലതും നെഞ്ചോട് ചേർത്തു വെക്കാനും. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവം ഡിസംബറിൽ കൊപ്പത്ത് നടക്കും. മേളയുടെ നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. ഡിസംബർ 3, 4, 5, 6 തീയതികളിലായി കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവം നടക്കുക. മേളയുടെ നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. യോഗം ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുക്കുട്ടിയടത്തോ ഉദ്ഘാടനം ചെയ്തു. ഈ കൊപ്പം ഹൈസ്കൂളിൽ വെച്ച് നടന്ന കലോത്സവം എന്തായാലും വളരെ ഗംഭീരമായിട്ട് നടത്തണം. അതിനെ പറ്റിയ എല്ലാവരും കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ധന്യ അധ്യക്ഷത വഹിച്ചു. വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയർപേഴ്സണായും സി വിലാസിനി ജനറൽ കൺവീനറുമായുള്ള സ്വാഗത സംഘമാണ് രൂപീകരിച്ചിരിക്കുന്നത്. ഭാരതീയ വിദ്യാനികേതൻ പാലക്കാട് ജില്ലാ കലാമേളയുടെ ഭാഗമായുള്ള സ്റ്റേജ് തര മത്സരങ്ങൾ വെള്ളിയാഴ്ച നടന്നു. ചെറുപ്പശ്ശേരി വിവേകാനന്ദ വിദ്യാനികേതനിലായിരുന്നു മത്സരങ്ങൾ നടന്നത്. നവംബർ 8, 9, 10 തീയതികളിൽ മണ്ണാർക്കാട് നടക്കുന്ന പാലക്കാട് ജില്ലാ കലാമേളയുടെ സ്റ്റേജ് ഇതര ഇനങ്ങളാണ് ചെറുപ്പുളശ്ശേരി വിവേകാനന്ദ വിദ്യാനികേതനിലും വടക്കുന്തറ ദേവി വിദ്യാനികേതനിലുമായി വെള്ളിയാഴ്ച നടന്നത്. ചെറുപ്പുളശ്ശേരിയിൽ നടന്ന മത്സരത്തിൽ ഒറ്റപ്പാലം മേഖലയിലെ 12ഓളം വിദ്യാലയങ്ങളിൽ നിന്നായി 200-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ശിശു, ബാല, കിഷോർ വിഭാഗങ്ങളിലായി കഥ, കവിത, ഉപന്യാസം, ചിത്രരചന, ജലഛായ, കാർട്ടൂൺ എന്നിവയിലാണ് മത്സരങ്ങൾ നടന്നത്. ജില്ലാ സംയോജകൻ KM രാജൻ രചനാ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി പ്രകാശ് കുറുമാപ്പള്ളി, രഘുരാജ്, ഹെഡ്മാസ്റ്റർ പ്രഭാകരൻ, ജയദേവൻ, ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ഒറ്റപ്പാലം നഗരസഭയിൽ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ജീവനക്കാരന്റെ നാണയ ശേഖരം പ്രദർശിപ്പിച്ചു. എഞ്ചിനീയറിംഗ് സെക്ഷനിലെ UD ക്ലർക്ക് U അയ്യപ്പന്റെ നാണയ ശേഖരമാണ് കേരളപ്പിറവി ദിനം കൂടിയായ വ്യാഴാഴ്ച പ്രദർശിപ്പിച്ചത്. U അയ്യപ്പൻ 1987 മുതൽ ആരംഭിച്ച നാണയ കളക്ഷനുകളുടെ വൻ ശേഖരമാണ് നഗരസഭാ ഹാളിൽ പ്രദർശിപ്പിച്ചത്. സ്വാതന്ത്ര്യത്തിന് മുൻപും ശേഷവും ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന നാണയങ്ങളാണ് പ്രധാനമായും ശേഖരത്തിൽ. 26 രാജ്യങ്ങളിലെ കറൻസികളും 16 രാജ്യങ്ങളിലെ നാണയങ്ങളും പ്രദർശിപ്പിച്ചു. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉപയോഗിച്ചിരുന്ന നാണയങ്ങൾ മുതൽ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ 5, 1, 50 പൈസ എന്നീ നാണയങ്ങളുമുണ്ട്. കൂടാതെ 1 രൂപ മുതൽ 1000 രൂപ വരെയുള്ള കറൻസികളും പ്രദർശനത്തിലുണ്ട്. കൂടാതെ അമേരിക്ക, ബ്രിട്ടൻ, അറബ് രാഷ്ട്രങ്ങൾ, ചൈന തുടങ്ങിയവയുടെ വിനിമയ ഉപാധികളുമുണ്ട്. പലതും നിലവിലെ വിനിമയ മൂല്യത്തേക്കാൾ കൂടുതൽ തുക നൽകിയാണ് നാണയങ്ങളും കറൻസികളും ശേഖരിച്ചതെന്ന് U അയ്യപ്പൻ പറഞ്ഞു. സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക രംഗത്ത് സൂചിപ്പിക്കുന്നതാണ് നാണയങ്ങളെന്ന് U അയ്യപ്പൻ പറഞ്ഞു. നിരവധി നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിച്ച അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിലെ പൊതുസമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ച നിരവധി വ്യക്തികളെ നാണയഗ്രഹിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരസേനാനികളുണ്ട്, നമ്മുടെ സാഹിത്യ മേഖലയിലുള്ള പ്രമുഖന്മാരുണ്ട്. അവരെയൊക്കെ നമ്മുടെ പുതുതലമുറയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്താ നമ്മുടെ ചരിത്രം, ഇന്ത്യ മൂവ്മെന്റ്, സ്വാതന്ത്ര്യ സമര ചരിത്രം, അങ്ങനെ നിരവധി സംഭവങ്ങൾ നമുക്ക് ഒരു കറൻസിയിലൂടെ അല്ലെങ്കിൽ ഒരു നാണയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി. പട്ടാമ്പിയിൽ പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ നവംബർ 1 മലയാള ഭാഷാ ദിനാചരണമായി ആചരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V വസന്ത പരിപാടി ഉദ്ഘാടനം ചെയ്തു. മാതൃഭാഷ എന്ന് പറയുന്നത് സംസ്കാരമാണ്. ഈ സംസ്കാരം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ തലമുറയ്ക്ക് കൈമാറുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണ്. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഈ സാഹിത്യവും മറ്റു എല്ലാ കലാരൂപങ്ങളും കലകളും എല്ലാം അടങ്ങിയതാണ് ഭാഷ എന്ന് പറയുന്നത്.
പെൻഷൻ ഭവനിൽ വെച്ച് നടന്ന പരിപാടിയിൽ യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് വി ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. പി ശങ്കരൻ, എം കെ വിശ്വനാഥൻ, ഭാസ്കര വാര്യർ, CS ഗോപിനാഥൻ, PT ബാലചന്ദ്രൻ, M രാമചന്ദ്രൻ, EP നാരായണൻ തുടങ്ങിയവരും സംസാരിച്ചു. മലയാള ഭാഷയും മാധ്യമങ്ങളും എന്ന വിഷയത്തിൽ ഞായത്ത് ബാലൻ പ്രഭാഷണവും നടത്തി. കോളേജ് വിദ്യാഭ്യാസം വരെയുള്ള എല്ലാ ക്ലാസുകളിലും പരീക്ഷകൾക്ക് പുതിയ വിഷയങ്ങളുണ്ട്. ഒറ്റപ്പാലം പനമണ്ണ NVAUP സ്കൂളിൽ കേരളപ്പിറവി ദിനാചരണത്തോടനുബന്ധിച്ച് ചരിത്ര സെമിനാറും പ്രദർശനവും സംഘടിപ്പിച്ചു. മുൻ നഗരസഭാ ചെയർമാൻ E രാമേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗൃഹോപകരണങ്ങളായിരുന്ന ചൂരൽ സൂചി കൊണ്ടുള്ള ചൂരൽപാത്രം, ചങ്ങലവട്ട, പ്രമാണിപ്പെട്ടി, ഉറി, മരത്തിൽ നിർമ്മിച്ച പാത്രങ്ങൾ, തവികൾ എന്നിവ ഉൾപ്പെടെയുള്ള 100 കണക്കിന് ഉപകരണങ്ങൾ വിദ്യാർത്ഥികൾ പ്രദർശിപ്പിച്ചു. 15ഓളം സ്റ്റാളുകളിലായിട്ടാണ് പ്രദർശനം നടന്നത്. ക്വിസ് മത്സരവും ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. കൌൺസിലർ ജയാനന്ദൻ അധ്യക്ഷനായി. BRC വിദ്യാർത്ഥിക്ക് നൽകിയ സൈക്കിൾ വിതരണവും ഉണ്ടായിരുന്നു. കൌൺസിലർ EK രാധാകൃഷ്ണൻ, പ്രധാനാധ്യാപിക K രാജി, PTA പ്രസിഡന്റ് P ശ്രീകുമാരൻ, K നഫീസ, K സാവിത്രി എന്നിവരും സംസാരിച്ചു. ബസ് ചാർജ് വർദ്ധിപ്പിക്കുന്നതിനെതിരെ മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ വെൽഫെയർ പാർട്ടി സമരതെരുവ് സംഘടിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് N സുലൈമാൻ സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് കുട്ടി മണ്ണാർക്കാട്, നിസാമുദ്ദീൻ, അഷ്റഫ്, മുജീബ്, NN കുറുപ്പ്, സയ്യിദ് എന്നിവരും സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിതല പഞ്ചായത്തുകളിൽ വികലാംഗ ഫണ്ട് വിനിയോഗത്തിൽ ഇപ്പോഴും സാങ്കേതിക തടസ്സങ്ങളെന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് TN കണ്ടമുത്തൻ. ജനപ്രതിനിധികൾ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയെങ്കിലേ പരിഹാരമാകൂ എന്നും TN കണ്ടമുത്തൻ. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതിൽ DYFIയുടെ പ്രതിഷേധം. ആശുപത്രി വളപ്പിന്റെ ഉള്ളിൽ കയറിയ സമരക്കാരെ പോലീസ് തടഞ്ഞു. മദ്യത്തിനെതിരായി മുസ്ലിം യൂത്ത് ലീഗിന്റെ കൂട്ടായ്മ. മദ്യനിരോധനാധികാരം പഞ്ചായത്തുകൾക്ക് നൽകണമെന്ന് യൂത്ത് ലീഗ്. മദ്യം നിരോധിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് സാഹിത്യകാരൻ KPS പയ്യനട. വിദ്യാലയങ്ങൾ ഉപജില്ലാതല മേളകൾ കൊണ്ട് സജീവം. പെരിന്തൽമണ്ണയിലെ ശാസ്ത്രമേളയ്ക്ക് ആവശ്യത്തിന് ക്ലാസ് മുറികൾ നൽകിയില്ലെന്ന പരാതി. കായികമേളകളിൽ ഒരേ മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് വ്യത്യസ്ത സംവിധാനങ്ങൾ. കൊച്ചു ശാസ്ത്രജ്ഞരുടെ വലിയ കണ്ടുപിടുത്തങ്ങളുമായി പട്ടാമ്പി ഉപജില്ലാ ശാസ്ത്രമേള ശ്രദ്ധേയം. മണ്ണാർക്കാട് കോടതിപ്പടിയിൽ ബസ്സിടിച്ച് വൃദ്ധൻ മരിച്ചു. മരിച്ചത് കാൽനട യാത്രക്കാരനായ മണ്ണാർക്കാട് സ്വദേശി 78-കാരനായ രാമൻ എഴുത്ത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.